നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമനിലെ വിമത വിഭാഗമായ ഹൂതികളുടെ തലവന്മാരുടെ തലയെടുക്കുമെന്ന് ഇസ്രായേൽ. ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ, ഉന്നത നേതാവ് യഹ്യ സിൻവർ, ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള എന്നിവരോട് ചെയ്തതിന് സമാനമായ മറുപടി തങ്ങൾ ഹൂതി നേതാക്കൾക്കും നൽകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. യമനിലെ അൽഹുദൈദ്, സന എന്നിവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹൂതി തലവന്മാരെ തെരഞ്ഞുപിടിച്ച് തങ്ങൾ കൊല ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹനിയ കൊല്ലപ്പെട്ട് 5 മാസം തികയുമ്പോഴാണ് ഇപ്പോൾ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹമാസിന്റെയും ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെയും നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതും ഇസ്രായേലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതാദ്യമായാണ് ഇസ്രായേൽ സിറിയൻ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ബാഷർ അൽ അസദിനെ താഴെയിറക്കിയത് ഇസ്രായേൽ പിന്തുണയിലാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേൽ. ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം ഇക്കഴിഞ്ഞ ദിവസം തൊടുത്തിരുന്നു ഹൂതികൾ. എന്നാൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഈ ആക്രമണത്തെ തകർത്തെറിഞ്ഞു. യമനിൽ നിന്നാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. മിസൈൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവയെ തകർത്തെറിയാൻ ഇസ്രായേലിന്റെ ആരോ സംവിധാനത്തിന് കഴിഞ്ഞു. ഇനി ഹൂതികൾക്കെതിരെ കൃത്യമായ പ്രത്യാക്രമണം എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഈ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേരും. ഗാസയിലെ തങ്ങളുടെ സ്വന്തം ആളുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നിടത്തോളം തങ്ങൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണങ്ങൾ തൊടുക്കുമെന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയത്. മുൻപ് ഹിസ്ബുള്ളയുടെ നിലപാടും സമാനമായിരുന്നു. പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാനുള്ള നെതന്യാഹുവിന്റെ സ്വപ്നങ്ങൾക്ക് തങ്ങൾ തടയിടുമെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഹൂതി നേതാവായ ഹെസ അൽ അസദാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഹിസ്ബുള്ള നേതാക്കളും നേരത്തെ സമാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ലെബനൻ മണ്ണിലെത്തിയ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചെറിഞ്ഞു. 2000 കിലോമീറ്റർ അകലെ യമനിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലിരുന്ന് ഇസ്രായേലിന് നേർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഹൂതി നേതാക്കളുടെ തലയെടുക്കുമെന്നാണ് ഇസ്രായേലിന്റെ മറുപടി. 1 വർഷം മുൻപ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണയാണ് ഇറാൻ പിന്തുണയിൽ ഹൂതികൾ ആക്രമണം തുടർന്നത്. ഇതിനിടയിൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനൊപ്പം ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഉടൻ നടത്തണമെന്നാണ് ഇസ്രായേലിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ യമനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹൂതികളുടെ നിരവധി കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. 3 തുറമുഖങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇസ്രായേലിന് നേരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തത്. ഇസ്രായേലിന്റെ മധ്യഭാഗത്തും തെക്കൻ ഇസ്രായേലിലുമൊക്കെ അപായ സൈറണുകൾ മുഴങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 3ാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചത്. ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മിസൈൽ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. വ്യോമാതിർത്തിക്ക് പുറത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുള്ള ആരോ സംവിധാനം ഉപയോഗിച്ചാണ് ഇത്തരമൊരു യജ്ഞം വിജയിപ്പിച്ചത് ഇസ്രായേൽ. ഇതിനെ തുടർന്ന് മധ്യ ഇസ്രായേലിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചു. ഇസ്രായേൽ വ്യോമാതിർത്തിക്ക് പുറത്തുവെച്ച് വ്യോമസേന ഇതിനിടയിൽ യമനിലെ ഹൂതികൾ തൊടുത്ത ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി IDF സ്ഥിരീകരിച്ചു. അഷ്കലോണും ടെല്ലവീവും ലക്ഷ്യമിട്ടാണ് ഹൂതികൾ 2 ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഇറാന്റെ മറ്റ് ഭീകരായുധങ്ങൾക്കെതിരെ ഇസ്രായേൽ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ച് ഹൂതികളെയും തകർക്കുമെന്ന പ്രതിജ്ഞ ഇതിനിടയിൽ ഇസ്രായേൽ എടുത്തു. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് രാജ്യത്തോട് പറഞ്ഞത്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ബെന്നി ഗാൻസ് രംഗത്തെത്തി. ഇറാനു നേർക്ക് നേരിട്ട് ലക്ഷ്യം വെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഹൂതികളെ മുൻനിർത്തി ഇപ്പോൾ ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തൊടുക്കുന്നത് ഇറാൻ ശക്തികളാണ്. ഇറാന് നേർക്ക് നേരിട്ട് ആക്രമണം നടത്തിയാൽ, ഇറാന്റെ മടയിൽ കയറി ആക്രമിച്ചാൽ അവർ തളരുമെന്നാണ് ബെന്നി ഗാൻസ് വാദിക്കുന്നത്. ഹൂതികളെ തടയുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, ഇത് മാത്രമാകണം ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയിൽ 200-ലധികം മിസൈലുകളും 170 ഡ്രോണുകളുമാണ് ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തത്. ഭൂരിപക്ഷവും ഇസ്രായേൽ വെടിവെച്ചു വീഴ്ത്തി. ശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രായേൽ യമനിലെ ഹൂതികൾക്ക് നേരെ ഇപ്പോൾ നടത്തുന്നത്.
സമാനതകളില്ലാത്ത തലത്തിൽ തങ്ങൾ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തൊടുക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഹൂതികൾ ഇനിയും ആക്രമണത്തിനിറങ്ങിയാൽ ഇറാന് നേർക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതിയും ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.